ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീറ്റതേ ഉള്ളൂ. ആശുപത്രി ഇവിടെ ഉറങ്ങും. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എണീക്കുന്നതേ ഉള്ളൂ. അമ്മയും സോമയമ്മയൊക്കെ എണീറ്റു. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. എനിവേ കം ലെറ്റ്സ് സീ. അപ്പോൾ ഫസ്റ്റ് പരിപാടി കർട്ടൻ തുറക്കുക. ഞങ്ങളുടെ കർട്ടൻ കുറച്ച് ഇരുണ്ടതാട്ടോ, അപ്പോഴേ റൂമിൽ ആ ലൈറ്റിങ് ശരിയാവത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉറങ്ങുമ്പോൾ ഇരുട്ട്. അങ്ങനെ ഫ്രണ്ട് ഡോറ് തുറക്കുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഒതുക്കി പെറുക്കാനുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒതുക്കി പെറുക്കി നേരെ ഒന്ന് ഫ്രണ്ടിലോട്ടൊക്കെ പോയി. ഇതാണ് മുമ്മശ, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഇതാണ്. അപ്പോൾ കസേരയ്ക്ക് ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. പിന്നെ അകത്ത് ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടിരുന്നു. ഈ അടുക്കി പെറുക്കി വെക്കണം എനിക്കെല്ലാം. പിന്നെ നേരെ അടുക്കള വശത്ത് വന്നു. അടുക്കള വശം അത്യാവശ്യം മോശമായിട്ടാണ് കിടക്കുന്നത്. പിന്നെ അതും ഒന്ന് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും. എനിക്ക് OCയുടെ ചെറിയ പ്രശ്നമുണ്ട്. മിനിയമ്മ one of her friend passed and Roma Chechi is doing something. ഞാൻ വെച്ചോളാം. പോകുന്നില്ലേ ഇനി വരണത്തിന്? എവിടെ വെച്ചാ? ഓക്കെ, അമ്മ അങ്ങനെ വരണത്തിന് പോകും. എനിക്കറിയാൻ വയ്യ എത്ര മണിയായാലും ഇന്ന് കുറേ ജോലിയുണ്ട്. ഇന്ന് എന്തൊക്കെയാ ഇനി ജോലിയുള്ള അമ്മ? തോരനോ? മത്തിയല്ലേ, കറി വെച്ചാൽ പോരെ? ഓക്കെ, നമുക്ക് മീൻ കറി വെക്കണം, തോരൻ വെക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണും. തൂക്കണം. അമ്മ ഏതോ കല്യാണത്തിന് പോവാം. ഞാൻ ഈ ആശു മാത്രമേ ഉള്ളൂ. സോ മെനി തിങ്സ് ടു ഡു. വഴിയെ കാണിക്കാം. യൂട്യൂബറിന് വയ്യ. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഇതെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യണം. ഈ ആശുക്കുട്ടൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ക്ലീൻ ചെയ്തിടണം. പിന്നെ നേരെ നോക്കിയപ്പോൾ മിനിയമ്മയ്ക്കുള്ള ഓട്ടോ വന്ന് മിനിയമ്മ കുളിച്ച് റെഡിയായി ഓട്ടോയിൽ കയറി സ്കൂളിൽ പോയിട്ടോ. എണീറ്റ് വന്ന ഓണം തന്നെ പല്ലും തേക്കത്തില്ല, കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല, കളിക്കാൻ പോവുക. ഈ ആശുക്കുട്ടനെ എണീറ്റാൽ പിന്നെ ഇങ്ങനെയാണ് അവൻ്റെ പുറവിന് നടക്കുക. പല്ല് തേപ്പിക്കുക എന്നുള്ളതൊരു ടാസ്ക്കാണ്. എങ്ങനെയെങ്കിലും പിടിച്ചു വെച്ച് പല്ലൊക്കെ തേപ്പിച്ച് പിന്നെ വാഷ് ബേസിൽ അങ്ങ് കമന്ന് കേട്ടാക്കുക കളിയൻ. അതാണ് പ്രത്യേകത. അവിടെ പോവാ പോണില്ലേ? കിടക്കാനും ഒക്കെ വരുന്നോ? അപ്പം എന്തെങ്കിലും തിരക്കില്ല. ഇനി അവൻ അച്ഛൻ്റെ അടുത്ത് പോകും. അച്ഛനെ ശല്യം ചെയ്യാനൊക്കെയുള്ള പരിപാടിയാണ്. അച്ഛൻ റെഡി ആവാണ് പോവാൻ. നിങ്ങളെന്താ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് തരാത്തേ, ലൈക്കും തരാത്തേ? കുളിച്ച് എണ്ണ തേച്ച് കുളിച്ച് അമ്മ കുളിപ്പിച്ച് അമ്മ പോകുന്നതിന് മുമ്പേ സ്വന്തമായിട്ടത് കുളിച്ചേ. യൂട്യൂബർ ഞാൻ മുഖന്നൂടെ കുളിപ്പിക്കാം. അങ്ങനെ യാഷിൻ്റെ കുളിയും നനയും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇത് അച്ഛൻ റെഡിയായി. അച്ഛൻ പോകാൻ പോവാണ്. അച്ഛൻ നേരെ പോയിട്ട് ഒരു 12 മണി 12:30 ആ സമയമാകുമ്പോഴേ വരത്തോളൂ കേട്ടോ. അപ്പോൾ അച്ഛനെ പറഞ്ഞു വിട്ടു. മിനിയമ്മ പോയി. ഇനി നമുക്ക് നേരെ അടുക്കളയിൽ പോവാം. അടുക്കളയിൽ പോയപ്പോൾ ആസ് യൂഷ്വൽ കുറച്ച് മെസ്സാണ്. പിന്നെ അത് ക്ലീൻ ചെയ്യും. ഞാൻ ക്ലീൻ ചെയ്തിട്ട് എന്ത് പരിപാടിക്കും പോകുള്ളൂ കേട്ടോ. അങ്ങനെ ആ മത്തിയുണ്ട് നമുക്ക്, പിന്നെ കുറച്ച് നെത്തോലിയുണ്ട്, കൂരിയുണ്ട്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആശുക്കുട്ടന് ദോശ കൊടുക്കാൻ എടുത്തുകൊണ്ട് വന്ന് ഞാൻ കുറച്ച് പഞ്ചസാരയും ചമ്മന്തിക്കറിയും സെറ്റാക്കി കഴിഞ്ഞാൽ അവൻ്റെ കാര്യം ഓക്കെയാണ്. അപ്പോൾ അവനത് കൊടുക്കും. അപ്പോൾ അവന് ദോശയൊക്കെ പിച്ചിട്ടു ചമ്മന്തിയും കുറച്ച് പഞ്ചസാരയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഹാപ്പിയാണ്. അവൻ്റെ ദോശ ഇഡലി മാത്രമാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ളത്. അവൻ സ്കൂളിൽ ചോറ് അങ്ങനെ കൊണ്ടുപോകാറേ ഇല്ല, ഇഡലി അല്ലെങ്കിൽ ദോശ. മിക്ക ദിവസങ്ങളിലും ഇഡലിയാണ്. അതുകൊണ്ട് അവൻ ഹാപ്പിയാണ്. അവൻ അവിടെ ഇരുന്ന് കഴിച്ചോളും. അവൻ രാവിലെ TV കാണുകയാണ്. കുളിയും തന്നെയൊക്കെ കഴിഞ്ഞല്ലോ. ഇനി അങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടൊന്നും വെയിറ്റിംഗ് ഇല്ല. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ അടുക്കളയിൽ പോയി ഇനി ബാക്കി പരിപാടി നോക്കാം. അപ്പം നമ്മുടെ നെത്തോലിക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, ഉപ്പും ചേർത്ത് പുരട്ടി വെച്ചു. ട്രാൻസിഷനാണ് കേട്ടോ. ഉള്ളി ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് തൊലിച്ച ഉള്ളി കാണാം. ഇതിന് പുറകിൽ കുറേ കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ തൊലിക്ക്. പിന്നെ തക്കാളിയും പച്ചമുളകും എടുത്ത് വെച്ചു. എനിക്ക് കട്ടിംഗ് ബോർഡൊക്കെ വേണം. അപ്പം പിന്നെ യാശുവിനെ പോയി തിരക്കിയപ്പോൾ യാശു അപ്പോഴത്തേക്ക് കഴിച്ച് തീർന്നു. ഗുഡ് ബോയ്. അങ്ങനെ വല്ലപ്പോഴും ഉള്ളൂ കേട്ടോ ഫുള്ളൊക്കെ കഴിക്കുന്നത്. ആരും ഇല്ലെങ്കിൽ എല്ലാം കഴിക്കും. പിന്നെ അച്ഛനും അമ്മയും സോമയമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര നിർബന്ധമാണ്. പിന്നെ അവന്
അങ്ങനെ കൊച്ചുള്ളി ഇഞ്ചിയും എടുത്തു വെച്ചു, തേങ്ങയും ഇട്ട് നമുക്ക് അതിനകത്തേക്ക് പൊടികളിടാം. ഇവിടെ ഈ വീട്ടിൽ ഇങ്ങനെയാണ് പൊടി സൂക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഡപ്പയൊന്നുമില്ല. ഈ 250 പാക്കറ്റ് 250 ഗ്രാമിൻ്റെ പാക്കറ്റ്സ് വാങ്ങും. പല പല ബ്രാൻഡ് നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. അപ്പം മുളക് പൊടി ഇങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നത്. ഇങ്ങനെ ആവശ്യത്തിന് മാത്രം കട്ട് ചെയ്ത് ഉപയോഗിക്കത്തേ ഉള്ളൂ. അപ്പം അത് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും പാക്ഡ് ആയിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ എല്ലാ പൊടികളും അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന പൊടിപ്പാട്ട കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ മല്ലിപ്പൊടി ചേർക്കത്തുള്ളൂ തേങ്ങാക്കറിക്ക്. മുളക് പൊടി ചേർക്കുന്നത്. പാട്ട ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാട്ട നോക്കിയേ, ഇങ്ങനെ കുറേ സാധനങ്ങളില്ലേ, എല്ലാത്തിൻ്റെയും കൊച്ചു കൊച്ചു പാക്കറ്റ്സാണ് വാങ്ങുന്നത്. ഞാൻ പാട്ടയുടെ ഭംഗിയൊന്നും നോക്കട്ടെ, ഇങ്ങനെയൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പാട്ട അടച്ച് വെച്ചു ഞാൻ. അപ്പോൾ നമുക്കിത് ഇനി മിക്സിയിലിട്ട് അരയ്ക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇത് അരച്ച് കഴിഞ്ഞാൽ തേങ്ങാക്കറിക്കുള്ള അരപ്പായി അരച്ചു. ഇനി നമുക്ക് മത്തി ഒരു പ്രാവശ്യം ഒരു കഴുകി വെച്ചതാണ്. പക്ഷേ എനിക്ക് വിനാഗിരിയിട്ട് ഒന്നുകൂടെ കഴുകണം. ഒത്തിരി ചെറിയ തക്കാളിയും പച്ചമുളകും ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കറി കലക്കി അടുപ്പത്ത് വെച്ചു. അങ്ങനെ നിങ്ങളിങ്ങനെയൊക്കെയാണോ കറി വെക്കുന്നത്? കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് ഏതാണ്ട് വിശേഷം പറയുക. ഇതൊരു വലിയ യൂട്യൂബ് ഫാനാണ് കേട്ടോ. എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളെന്താ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊച്ചു നേരത്തെ ചോദിച്ചതുപോലെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. TV അങ്ങനെ വെച്ചു. കറണ്ട് ഇല്ല കേട്ടോ. കറണ്ട് രാവിലെ തൊട്ടേ പോയി. പിന്നെ ഇവിടെ ഇപ്പം തേങ്ങ അരച്ചതൊക്കെ ഇൻവെർട്ടറിൻ്റെ ബലത്തിലാണ്. അച്ഛൻ കേൾക്കണ്ട, അച്ഛൻ്റെ ഇൻവെർട്ടറിൽ തേങ്ങയൊന്നും അരച്ചുകൂടാ. അരച്ച് വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്കയുടെ മെഴുക്കുവരട്ടിക്കുള്ള പരിപാടിയാണ്. വെണ്ടയ്ക്ക എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക കഴുകിയെടുത്തു. ഇത് ഇനിയിപ്പം തിട്ടപ്പുറത്ത് കിടന്നുറങ്ങുക. ഇതിവിടെ കിടക്കും ഇങ്ങനെ. എന്നിട്ട് മത്തി ഇട്ടില്ല. മത്തി കറി തിളയ്ക്കുമ്പോഴത്തേക്ക് ഇടണം. വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തു. ഒരു പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറി തിളച്ചു. ഇനി നമുക്ക് മത്തി ഇടാം. കുഞ്ഞുമത്തിയാണ് കേട്ടോ. കുഞ്ഞുമത്തി അമ്മ പീര വറ്റിക്കാൻ എന്നോട് പറഞ്ഞ്. പക്ഷെ എനിക്കെന്തോ തേങ്ങാക്കറി വെക്കാൻ ഭയങ്കര കൊതി. അങ്ങനെ വെച്ചതാണ്. കുറച്ച് കുടംപുളിയും കൂടി ഇടണം. നല്ല ടേസ്റ്റല്ലേ. പിന്നെ 2 ചട്ടിയും കൂടെ ഞാൻ വെച്ചു. ആ പാത്രത്തിൻ്റെ ഭംഗി നോക്കണം. അത് ഞങ്ങളുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തറയിലൊക്കെ ഇടുമ്പം ചളുങ്ങി പിക്കിള ആവുന്ന ചട്ടികളാണ് അതൊക്കെ. അങ്ങനെ കുടംപുളിയും കൂടെ ഞാൻ ഇട്ടു. ചട്ടി ചൂടായി. ചട്ടിക്കകത്തൂടെ ഒക്കെ പുക വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. എന്ത് സംഭവിക്കട്ടെ, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇനി കടുക് പൊട്ടിക്കണം. മറ്റേതിനകത്ത് നമുക്ക് നെത്തോലി വറക്കാം. ഇതിൽ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും സെറ്റാക്കാം. അപ്പോൾ 2 ചൂടായ പാത്രത്തിൽ എണ്ണ ഒഴിച്ചു. എന്നിട്ട് നമുക്ക് കടുകും കറിവേപ്പില ഇട്ടതാ. ഒരു ഭൂകമ്പമായിരുന്നു. പോകുന്നൊക്കെ സൗണ്ട് കിട്ടും. കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് പിന്നെ ഞാൻ ഒറ്റ കൈ കൊണ്ടുള്ള അഭ്യാസത്തിൽ മീൻ പുരട്ടി വെച്ചത് ഇടാൻ നോക്കി. അതും പൊട്ടിത്തെറിച്ച്. പിന്നെ ഞാനത് അകത്ത് വെച്ച് കേട്ടോ. പിന്നെ തട്ടിയിട്ട് കുറച്ചതിനകത്ത് ഇരിപ്പുണ്ട്. അതിനി ഒന്ന് മിക്സ് ചെയ്ത് നിരത്തി വെക്കണം. അങ്ങനെ നെത്തോലിക്കുള്ള പരിപാടികളൊക്കെ ചെയ്തു. വെണ്ടയ്ക്കയും അടുപ്പത്ത് കയറി. കണ്ടോ, എല്ലാ കറിയും സെറ്റായി. വെണ്ടയ്ക്കയും നമ്മുടെ നെത്തോലിയും മീൻകറിയും ഉണ്ട്. മീൻകറി കുറച്ചൊന്ന് പറ്റട്ടെ. പിന്നെ ഒന്ന് തുടച്ചൊക്കെ ഇട്ടു കേട്ടോ. എനിക്ക് തുടയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ വീട്ടിലെ ബാക്കി ഒരു ടീംസിനും അങ്ങനെ ഒരു പരിപാടിയില്ല. ഈ ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ചൂരെടുത്തു. നമുക്ക് തൂത്തിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് വെന്തിരിക്കും. അപ്പോൾ നേരെ തൂക്കാൻ പോകാം. ഫ്രണ്ട് തൂക്കണം. കുട്ടിപ്പിച്ചാച്ച ഫ്രണ്ടിൽ വന്നിരുന്നുകൊണ്ട് പിന്നെ നേരെ ഞങ്ങൾ ഞാൻ തൂത്തു കേട്ടോ. ഫ്രണ്ടൊക്കെ തൂത്തു. കുറച്ചധികം തൂക്കാനുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എവിടെയും കാറ്റടിച്ച ഈ വീടിൻ്റെ മുമ്പ് മൊത്തം കരിയില്ല. അവിടെ എവിടെയും കൊച്ചു കരിയിലേ ഉള്ളൂ. അതും ഒന്ന് തൂത്തിട്ടു. പിന്നെ ഞാൻ ഞങ്ങളുടെ സൈഡ് കാണിച്ചു തരാം കേട്ടോ. അവിടെ ഞങ്ങൾക്ക് റംബൂട്ടാൻ മരമുണ്ട്. ഇഷ്ടംപോലെ തത്ത വരും കേട്ടോ. തത്ത ഈ കഴിച്ച റംബൂട്ടാൻ എന്ത് ഭംഗിയായിട്ടാണ് തത്ത കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളും വേസ്റ്റുകളും അവിടെ കാണും. അതൊന്ന് തൂത്തിട്ടു. സൈഡൊക്കെ ഒന്ന് തൂത്തിട്ടു. ഫ്രണ്ട് മൊത്തത്തിൽ തൂത്തു വൃത്തിയാക്കി. അപ്പുറത്തെ വീട്ടിൽ പണിക്കാരൻ ചേട്ടനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരുത്തൻ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നു. ഈ വീട്ടിലെ ഫ്രിഡ്ജ് 24 മണിക്കൂറും തുറക്കുന്ന ഒരു വ്യക്തിയാണ് ആ നിൽക്കുന്നത്. ഐസ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഐസ് ഞാൻ കൊടുക്കത്തില്ല. എല്ലാം വൃത്തിയാക്കി ഇട്ടേക്കുന്നത്. ഗ്യാസിൻ്റെ കുറ്റി എപ്പോഴും നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. പിള്ളേരുള്ള വീട്ടിൽ അത് ശ്രദ്ധിക്കണം. നമ്മൾ കണ്ണ് തപ്പി അവർ ഓരോന്നൊപ്പിക്കും. അപ്പോൾ ഈ ഗ്യാസ് അണച്ച് വെച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. റൂംസ് എല്ലാം അടിച്ചു വാരി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നേരെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ യാശപ്പനെ പഠിപ്പിക്കണം. യാശപ്പന് നാളെ പരീക്ഷയുണ്ട്. അപ്പോൾ പഠിപ്പിക്കാം. ആദ്യം യാശെന്നൊക്കെ എഴുതുക, ഭയങ്കര സന്തോഷത്തിലൊക്കെ എഴുതുക ചേട്ടൻ. എന്താണോ എന്തോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവനും തമ്മിലങ്ങ് തെറ്റും. കുറച്ച് പഠിക്കാനുണ്ട്. ഹിന്ദി അക്ഷരം പഠിക്കാനുണ്ട്. ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനുണ്ട്. പിന്നെ കണക്ക് പരീക്ഷയുണ്ട് നാളെ.
അങ്ങനെ കുറച്ച് പരിപാടികൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ശുഗയും മിഥുൻ എഴുതുക. മിഥുൻ്റെ DHUN ഒന്നും എഴുതാൻ സ്ഥലമില്ല. പിന്നെ എൻ്റെ മാത്രം കൊച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നില്ല, ഡി എഴുതാൻ പറയുമ്പോൾ ബി എഴുതും, ബി എഴുതാൻ പറയുമ്പോൾ ഡി എഴുതും. അതൊരു പ്രത്യേകതരം ആചാരമാണ്. പ്രത്യേകതയാണ് അവൻ്റെ. പ്രത്യേകതയല്ല, മിക്ക മക്കൾക്കും അത് പാടാന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തിയൊക്കെ ഡി വെച്ചൊക്കെ എന്നെ പറ്റിയില്ല. കുറച്ചധികം പഠിക്കാനുണ്ട് കേട്ടോ, എഴുതാൻ പോകുന്നതേ ഉള്ളൂ. പറഞ്ഞതുപോലെ തന്നെ കൈ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിലങ്ങ് തെറ്റി. 3 എടുക്കാൻ പറയുമ്പോൾ കയ്യിൽ 2 എടുക്കും, 2 എടുക്കാൻ പറയുമ്പോൾ 1 എടുക്കും. അങ്ങനെ ഇങ്ങനെ തെറ്റി. പിന്നെ എനിക്ക് ക്ഷമ വേണം കേട്ടോ. പിള്ളേരെ പഠിപ്പിക്കാൻ ഭയങ്കര ക്ഷമ വേണം. എനിക്ക് തീരെ ക്ഷമയില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ പപ്പ വന്നു. 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നു. അച്ഛൻ വരുമ്പോൾ എന്തായാലും ഒരു പൊതി അവന് കൊണ്ടുവന്നിരിക്കും ഫോർ ഷുവർ. അപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന പൊതിയിൽ എന്തുണ്ടെന്ന് നോക്കാം. അച്ഛൻ ഇന്നൊരു ബാസ്കറ്റ് റോബിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒരു കേക്ക് കൊണ്ടുവന്നു, 4 പപ്സ് കൊണ്ടുവന്നു, ഒരു മഞ്ചും ജെല്ലിയും. പിന്നെ അച്ഛൻ അപ്പം തന്നെ ചോറ് കൊടുക്കണം. അച്ഛൻ വന്ന ഉടൻ തന്നെ ഫുഡ് എടുക്കും. പിന്നെ ഞാൻ യാഷിനും ചോറ് പുരട്ടി കൊടുത്തു. അവന് പുരട്ടി കൊടുത്തത് കൊണ്ട് തന്നെ അവൻ കഴിച്ചു. പെട്ടെന്ന് തന്നെ അവനും ഹാപ്പി ആയിരുന്നു. അവൻ കൊടുത്ത ലഞ്ച് ഫുള്ള് കഴിച്ചു. എന്നിട്ട് വേണം ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി കോമ്പിനേഷൻ കാണിക്കാം. യാഷിൻ്റെ പ്ലേറ്റ് ആട്ടോ കൊണ്ടുപോയി വെക്കട്ടെ. പിന്നെ ഇനി ഞാൻ കാണിച്ചു തരാം. നല്ല തേങ്ങ അരച്ച മത്തിക്കറി, കുഞ്ഞു മത്തിക്കറിയും അതിനകത്ത് തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ. അതും കുറച്ച് വെണ്ടയ്ക്കായും നല്ല മുരിഞ്ഞ നെത്തോലി ഫ്രൈയും. പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി. പുതിയ ഉപ്പായതുകൊണ്ട് ഈ വെണ്ടയ്ക്കും മീൻ പൊരിച്ചയ്ക്ക് ഇച്ചിരി കൂടുതല. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ്. ഇങ്ങനെ കുഴച്ച് കഴിക്കണം, സൂപ്പറാണ്. പിന്നെ ലാസ്റ്റ് നമ്മളൊരു വറ്റൽമുളക് എന്ന് പറഞ്ഞാൽ മറ്റേ വറുക്കുന്ന മുളകില്ലേ, അതും ചേർത്ത് മോരും ചേർത്ത് ഫിനിഷ് ചെയ്യണം. ദിസ് വാസ് മൈ ലഞ്ച്. എൻ്റെ ലഞ്ച് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു നിങ്ങൾക്കൂടെ. സൂപ്പറാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്കിഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കണം. പിന്നെ നേരെ ക്ലീൻ ചെയ്യാൻ പോയി, പാത്രമൊക്കെ കഴുകി ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കാം. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആ മഞ്ഞ കളറിൽ മൊസമ്പി കണ്ടത്. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് അരിഞ്ഞ് ഈ ചേട്ടനെ ഏൽപ്പിച്ചു. ഈ ചേട്ടൻ കഴിച്ചോളും, എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചോളും. കുറച്ച് നേരം TV കാണട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ TV കണ്ട് അയാൾ കഴിച്ചു. പിന്നെ ഞാൻ നേരെ വന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് ടൈം. വെള്ളമില്ല ഇവിടെ, കറണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അത് മോട്ടർ അടിച്ചിട്ട് ഇനി കുളിക്കാനൊക്കെ പറ്റും. ശരിയൊക്കെ പറഞ്ഞ് ഉറങ്ങാൻ പോയതാ. പിന്നെ യാശുക്കുട്ടനൂടെ വന്ന് ഞങ്ങൾ കുറച്ച് അധികം നേരം ഉറങ്ങിപ്പോയി. 4 മണി. പിന്നെ പെട്ടെന്ന് ചായക്ക് വെച്ചു. ഒരു മുട്ട പപ്സും ചായയും എടുത്ത് അച്ഛനും കൊണ്ട് കൊടുത്തു കേട്ടോ. എല്ലാം സെറ്റപ്പാക്കി വേണം കൊടുക്കാൻ. പിന്നെയും ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇതുപോലെ കുറേ കരിയില പിന്നെയും തൂത്തു. പിന്നെ ഞാൻ തൂത്തിട്ട് എനിക്ക് ദേഷ്യം വരും ചിലപ്പോൾ ഫ്രണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പോകുന്നില്ലേ ഇന്ന് ട്യൂഷന് പോകുന്നില്ലേ? കാണട്ടെ, ട്യൂഷൻ്റെ ചേച്ചി കാണട്ടെ. കരയുന്നേ കാണിക്കട്ടെടാ. കഴിക്കണമെങ്കിൽ ചായ കുടിക്കുവാ. പുള്ളിന്ന് പോകണ്ട. എൻ്റെ സന്തോഷേ കുളിക്കണം. പക്ഷെ സ്കൂളിൽ പോയിട്ട് വന്നു. ചായയുണ്ട്, ചോറൊക്കെ തിന്നിട്ട് ശരീരം കുഴഞ്ഞു വരും. പിന്നെ അപ്പോൾ അമ്മ മുട്ട പപ്സ് തരാം. ചായയും മുട്ട പപ്സും ഇരിപ്പുണ്ട്. ചോറെടുത്ത് തിന്ന് ഉപ്പ് കൂടിപ്പോയല്ലേ. കാശിന് മുട്ട കുറച്ച് എടുത്താൽ മതി. ഞങ്ങൾക്ക് 6:15 സ്വിമ്മിങ് ഉണ്ട്. ഇന്ന് പഠിപ്പ് കൂടെ കഴിഞ്ഞിട്ട് അമ്മ രാവിലെ പോയാൽ അമ്മ വൈകിട്ടാണ് വന്നു. പട്ടുപോയി ബുക്ക് മേടിച്ചോണ്ടോ യാസിൻ്റെ? എന്നാ മുട്ട പപ്സ് വേണ്ട. കുറച്ച് കൃമി കൂടുതല. ഇറങ്ങി ഒടിഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന വയ്യുള്ളത് വേണം. യാശവും വായി കുത്തി. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക ഇതെന്താ വയ്യെന്ന്. ഈ യാശവും കൊച്ചു പിള്ളേരും മൊത്തത്തിൽ വായി കുപ്പിക്കകത്ത് അങ്ങ് ഇറക്കി വെക്കും. എന്നിട്ട് തുപ്പൽ മൊത്തം ആ വെള്ളത്തിൽ കാണും. അതുകൊണ്ട് ഞാൻ യാശിനൊരു കുപ്പി അവൻ്റെ പേരെഴുതി അങ്ങ് കൊടുത്തു. അതാകുമ്പോൾ എല്ലാ കുപ്പിയും കൂടെ കുഞ്ഞെടുക്കത്തില്ലല്ലോ. അല്ലെങ്കിൽ എല്ലാ കുപ്പിയിലും തുപ്പലും മൊത്തം ചോറും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് പുതിയ ഐഡിയ. കൊള്ളാമോ? തിരിച്ചു വന്നു. സാരി എടുത്തു വന്ന് ഞാൻ വീഡിയോ എടുത്തില്ല, മറന്നു പോയി രാവിലെ. ഞാൻ തമ്പുരുവിൻ്റെ ആദർശ് ചായ കൊടുക്കാമോ? ചായ അങ്ങനെ സോമയമ്മ പോയിട്ട് വന്നപ്പോൾ ഒരു കാസറോളൊക്കെ കൊണ്ടുവന്നു. ഞങ്ങളുടെ കേരളത്തെ വീട്ടിലിരുന്ന കാസറോളാണ്. യാശു ചേട്ടൻ അവിടെ ബിസി ആയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. ആദർശ് അങ്ങനെ വന്നിട്ട് പോയി. അമ്മയും കൊണ്ട് വന്നതാണ്. പിന്നെ അമ്മ എനിക്ക് നേരെ പോയിട്ട് ഇതിൻ്റെ പേരെന്തുമായിരുന്നു, കോട്ടയ്ക്കൽ ആയുർവേദശാലയിൽ നിന്ന് മേടിച്ച ഒരു എണ്ണയാട്ടോ. അപ്പോൾ അത് അമ്മ
അമ്മയുടെ ഒരു പുതിയ സൂത്രമൊക്കെ ഉണ്ട്, ഇങ്ങനെ ചൂടെണ്ണ ഞെക്കിയിട്ട് തലയിൽ ഒഴിക്കുന്ന, അതൊക്കെ വെച്ച് തേച്ചിട്ട് വേണം ഇനി കുളിക്കാൻ. അപ്പോൾ ഞാനും അമ്മ എന്തൊക്കെയോ കാര്യം പറയുകയാണ്. അമ്മ പോയ വിശേഷം, കല്യാണത്തിൻ്റെ വിശേഷമൊക്കെ മിനിയമ്മ കുളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ കാര്യം പറഞ്ഞ് തലയിൽ, ഇത് അയ്യപ്പപാര കേരാതി തൈലമാട്ട് കേട്ടോ, അതാണ് അതിൻ്റെ പേര്. ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് തലയിലൊക്കെ തേച്ച് തന്നു അമ്മ. പിന്നെ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു. നേരെ തുണി മടക്കി വെച്ചു, ബാഗിലും കവറിലും ഒക്കെ ആക്കി വെച്ചു. എന്നിട്ട് നമുക്ക് റെഡിയാകാം, ഇനി യാഷിനെ കൊണ്ടാക്കാം. അപ്പോൾ റെഡിയായി. ഇനി നമുക്ക് യാഷിനെയും പപ്പായും ഒക്കെ സ്വിമ്മിങ്ങിന് പോവാം. അപ്പോൾ സ്വിമ്മിങ്ങിന് പോവാൻ വേണ്ടി റെഡിയായി കണ്ടോ. അങ്ങനെ കാറൊക്കെ ഇറക്കി ഞങ്ങൾ നേരെ സ്വിമ്മിങ്ങിന് പോവാണ്. ഞാൻ ചെയ്തൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛനെയും ഇവനെയും ഒരുമിച്ചാക്കിയതുകൊണ്ട് ഒരു ദിവസം പോലും യാഷിന് പോവാതിരിക്കാനും പറ്റത്തില്ല, മുടങ്ങത്തതുമില്ല. പിന്നെ മിനിയമ്മ വരുന്നില്ല, മിനിയമ്മയ്ക്ക് താല്പര്യമില്ല. ഞങ്ങൾ നേരെ ഇതാ പോവുക. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൂടി പോയ ഒരു 7 മിനിറ്റ് നല്ല സൂര്യനായിരുന്നു, നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതാണ് അവരുടെ സ്വിമ്മിങ് സ്കൂൾ. നല്ല ഭംഗിയായി പൂള് കാണാൻ. ഒരുപാട് പേരുണ്ട്. ഇവർ റെഡി ആവുക. അപ്പം കുളിച്ചു, തലയിലിടുന്ന സാധനമൊക്കെ ഇടുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ അവനൊന്ന് കണ്ണ്. ഇനി വാമ്മച്ചി തൊട്ട് നന്നായി. പിന്നെ നീന്താൻ തുടങ്ങി. ജസ്റ്റ് ഒന്ന് വെറ്റായതിന് ശേഷം ഇവർ രണ്ടുപേരും പൂളിലിറങ്ങും. അച്ഛൻ വലിയ പൂളിലും യാശിക്കുട്ടൻ ചെറിയ പൂളിലും. പിന്നെ കുറേ കഴിയുമ്പോൾ ട്രെയിനർ വന്നു കഴിയുമ്പോൾ അവനെയും വലിയ പൂളിലാക്കും. ഡ്രസ്സൊക്കെ മാറി. പപ്പ പോകുന്നില്ലല്ലോ, പപ്പ എന്നിട്ട് നമ്മൾ പോകും. പിന്നെ നേരെ പള്ളിമുക്കിൽ കൂടെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ യാഷിപ്പിന് ഒരു അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. എന്തുവാ, ഒരു പശ മേടിക്കണം. പശ മേടിക്കാൻ ഇപ്പുറത്തെ സൈഡിൽ നിർത്തണേന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അപ്പുറത്ത് നിർത്തി. അങ്ങനെ ഞങ്ങൾ നേരെ സുപ്രീമിലോട്ട് പോവുക. ഞങ്ങളുടെ ആസ്ഥാന കടിയായ സുപ്രീം ബാമ്പു സുപ്രീമിലേക്ക്. അപ്പോൾ സുപ്രീമിൽ കയറി എന്തോ ഒരു പശ മേടിക്കണം. 10 രൂപയുടെ ഒരു പശ മേടിച്ചു. നേരെ കൊണ്ടുപോയി ബില്ല് ചെയ്തു. അവിടെ നിന്ന് നേരെ പോയത് മർഹബ. ഇത് നമ്മുടെ മയൂരിക്ക് ഓപ്പോസിറ്റാണ് കേട്ടോ, പള്ളിമുക്ക് ജംഗ്ഷനിൽ. പള്ളിമുക്ക് ഇപ്പോൾ ഒരു ഫുഡ് ഹബ്ബാണ്, ഇഷ്ടംപോലെ കടകളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ മർഹബ കുറച്ച് ദിവസം കൊണ്ട് നോക്കി വെച്ചിരിക്കുകയാണ്. കുഴിമന്തിക്കടയാണ്. അപ്പോൾ കയറി ഇൻറ്റീരിയറൊക്കെ അടിപൊളി കേട്ടോ, കാണാൻ നല്ല സീറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഫുൾ മന്തിക്ക് 800 രൂപയാണ്, ചിക്കൻ്റെ അൽഫാം മന്തിക്ക്. അപ്പോൾ അത് വാങ്ങി. പിന്നെ 2-3 മോജിൻറ്റോയും വാങ്ങി. അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേടിച്ചെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഇത് ബിടെക് ചായ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഒരു സമയത്ത് ഭയങ്കര വൈറലായിരുന്നു ബിടെക് ചായ. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ അവിടെ ചായ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ അനിമാമൻ്റെ കട, അച്ഛൻ്റെ സ്ഥിരം കട, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടുകാരൻ്റെ കടയാണ് കേട്ടോ അനിമാമൻ്റെ കട. അനിമാമൻ്റെ കടയിൽ നിന്നാണ് ഞങ്ങൾ പാല് മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛൻ ഓടിപ്പോയി പാല് മേടിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ ഞങ്ങൾ കാത്ത് 2 പേര് നിൽപ്പുണ്ട്. അങ്ങനെ അച്ഛൻ പോയി പാല് മേടിച്ചുകൊണ്ട് വന്നു. എന്നും പാൽ അവിടുന്ന്. ഇതൊക്കെ എന്തിനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്ങനെ എനിക്കിത് ഇങ്ങനെ കൺസൈസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഈ വീഡിയോ. അപ്പോൾ ഇനി തൊട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ കുറച്ചായിട്ട് എടുക്കാം. അങ്ങനെ ദീപു ചേട്ടനും ബോപ്പിയുമാണ് വന്നേക്കുന്നത് വീട്ടിൽ. അപ്പോൾ ദീപു ചേട്ടൻ അമ്മയുടെ സ്കൂളിൽ സ്റ്റാഫാണ്, അതായത് ടീച്ചറാണ്. ചുമ്മാ അയാളെ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാനും പോപ്പിയും ദീപു ചേട്ടനും അച്ഛനും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. എല്ലാം പാത്രത്തിലൊക്കെ എടുത്ത് വെച്ച് വിളമ്പി പോപ്പിക്കുട്ടിക്കും കൊടുത്തു. പോപ്പിക്കുട്ടിക്ക് ഇഷ്ടമാണ് ചിക്കനൊക്കെ. അങ്ങനെ മോജിൻറ്റോയും ഒക്കെ കൊടുത്തു. അവർ ഹാപ്പി ആയിട്ട് കഴിച്ചു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാൽ കഴിച്ച്. എന്നിട്ട് യാശുക്കുട്ടനും സോമയമ്മയും കൂടെ ടി വിയുടെ മുമ്പിൽ പോയിരുന്നു കഴിച്ചു കേട്ടോ. നല്ല കുഴിമന്തിയായിരുന്നു, അത്യാവശ്യം നല്ല കുഴിമന്തി. പക്ഷേ ഞാനൊരു അൽഷീബ കുഴിമന്തിയുടെ ഫാനാണ്. ഇത് എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ അവർ കഴിച്ചു, പെട്ടെന്ന് തന്നെ അവർ പോയി. അവർ ജിമ്മിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ്. അവർ ജിമ്മിന് പോയി, ഞങ്ങൾ സ്വിമ്മിങ്ങിന് പോയി. അങ്ങനെ അമ്മ അച്ഛനൂടെ അവരെ അങ്ങോട്ട് ആക്കി. പിന്നെ ദീപചേട്ടൻ ബൈക്കിൽ വാവയും കൊണ്ട് വന്നത്, ബൈക്കിൽ ടാറ്റയാക്കിയപ്പോൾ മിനിയമ്മ പെട്ടെന്നാണ് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ പണിയുടെ പുരോഗതി കണ്ടതെന്ന് തോന്നുന്നു. ഞങ്ങളുടെ അപ്പുറത്തെ വീട് ഞങ്ങളുടെ ബന്ധുവിൻ്റെ തന്നെ ആയിരുന്നു, അവർ കൊടുത്തു. അങ്ങനെ അവിടെ ഒരു പുതിയ വീട് വരികയാണ്. അപ്പോൾ ആ വീടിൻ്റെ പണി ഇതാ സൗണ്ടായി രാവിലെ തൊട്ട് ഈ കേൾക്കുന്നത്. അപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോഴും എനിക്ക് പേടിയാണ്, സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു യാഷിനൊരു അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ബുക്കൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഇപ്പോൾ പിള്ളേരുടെ അസൈൻമെൻറ്റ് അമ്മമാരാണോ ചെയ്യുന്നത്? പണ്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ എല്ലാം വെട്ടിയൊക്കെ ഒട്ടിച്ചു. തിങ്കളാഴ്ചത്തേക്ക് കൊടുത്തുവിടാനാണെങ്കിലും എല്ലാം റെഡിയാക്കി. സാറിൻ്റെ അസൈൻമെൻറ്റ് സാറ് കിടക്കുന്നത് കണ്ടില്ലേ? അങ്ങനെ ഞാൻ ബാഗിൽ അവൻ്റെ
ബുക്സ് എല്ലാം അടുക്കി വെച്ചു, പിന്നെ അസൈൻമെൻറ്റ് എഴുതി, ഇനി കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ശരി, അത്രയേ ഉള്ളൂ. വീഡിയോ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. ഗൈസ് ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈൻഡ് ചെയ്യുവാണ്. ബൈ.